ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്നേ ദിവസം ഈശോ നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിന്റെ കുടുംബത്തിന് നിന്റെ ജീവിതമേഖലയെല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ ഇപ്രകാരം പറയുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 19-ാം തിരുവചനം. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഒരു കാര്യത്തിന് രണ്ട് റിയാലിറ്റിയെ കുറിച്ച്, ചെയ്താൽ ഇത് കിട്ടും, ചെയ്തില്ലെങ്കിൽ ഇത് കിട്ടില്ല. നീ ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞ കാര്യം, നീ ഇത് പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനുസരിക്കുകയും ചെയ്താൽ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കും. ദൈവിക പ്രമാണങ്ങൾക്ക്, ദൈവത്തിന്റെ പദ്ധതികൾക്ക് നീ ജീവിതത്തിൽ വില കൊടുക്കാൻ തുടങ്ങിയാൽ, പ്രിയ സഹോദര സഹോദരി, നീ സ്വർഗരാജ്യത്തിൽ വലിയ വ്യക്തിയായിരിക്കും. എൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ വാക്കാണ്. വാക്കുമാറില്ല. മറുവാക്കി പറഞ്ഞാൽ, നീ ദൈവത്തിന് എന്ത് വില കൊടുക്കുന്നോ അതിൻ്റെ ഒരു 100 ഇരട്ടി വില നിന്റെ ദൈവം നിനക്ക് തന്നിരിക്കും. വില കൊടുത്തില്ലെങ്കിൽ വട്ടപ്പൂച്ച. ഒന്ന് ചിന്തിക്കാവോ? ജീവിതാനുഭവങ്ങളെ മൊത്തത്തിൽ ഒന്ന് നിരത്തി വെച്ചിട്ട് ദൈവത്തിന് നീ ഇട്ടിരിക്കുന്ന വില എന്താ? ദൈവത്തിൻ്റെ വചനങ്ങൾക്കും പദ്ധതികൾക്കും നീ കൊടുക്കുന്ന വാല്യൂ എന്താ? നിന്റെ ജീവിതമാണ് നീയാണ് കണ്ടെത്തേണ്ടത്. നീയാണ് വില ഉറപ്പുവരുത്തേണ്ടത്. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് വില കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവരെ അത് വിലയോടുകൂടി പഠിപ്പിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. അങ്ങനെ നിനക്ക് വില നൽകിക്കൊണ്ട് സ്വർഗരാജ്യത്തെ എത്തുവാനായിട്ട് ഇടവരട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സകലവിധ നന്മകൾ കൊണ്ടും നിറയപ്പെടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.